എല്ലാവർക്കും നമസ്കാരം. അതിഥീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ വശത്തെ വാതുക്കലുള്ള റോഡാണ്. അപ്പം രാവിലത്തെ ഒരു കാഴ്ചയാണ്. ഞങ്ങളിന്നൊരു യാത്ര പുറപ്പെടുകയാണ്. ഇപ്പം വണ്ടിയൊന്നുമില്ല റോഡിൽ. ആ സമയത്ത് കുറച്ചുകൂടെയൊക്കെ നേരം പുലർന്നതിന് ശേഷം മാത്രമേ ഈ റോഡിൽ കൂടെ വണ്ടിയൊക്കെ ഓടത്തുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളുടെ കട ഇന്ന് അവധിയാണ്. അച്ചാച്ചൻ ഒരുങ്ങി വരുന്നുണ്ട്. ഞങ്ങളിന്നൊരു യാത്രയിലാണ്. സതീശണ്ണൻ കുതുമ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അമ്മ വീടെല്ലാം പൂട്ടി ഇറങ്ങി വരുന്നുണ്ട്. ഞാനും ചേട്ടനും കുഞ്ഞും ഒക്കെ ഉണ്ട്. അപ്പോൾ സതീശണ്ണനല്ല, ഇന്ന് ചേട്ടനാണ് വണ്ടി ഓടിച്ചത്. ബാക്കി ഞങ്ങളെല്ലാം പുറകിൽ കൊണ്ടു. അപ്പം ഞങ്ങളുടെ പുളുങ്ങുന്നു പാലമൊക്കെ താണ്ടി ഞങ്ങൾ യാത്ര പോവുകയാണ്. വേറെ എങ്ങുമല്ല, ഞങ്ങൾ 2 ക്ഷേത്രങ്ങളിലാണ് പോകുന്നത്. ഒന്ന് വേളൂർ വട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം, 2 കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രം. അങ്ങനെ 2 ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനാണ് നമ്മൾ ഇന്നൊരു സമയം വിനിയോഗിച്ചത്. അപ്പം കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്, അച്ഛൻ്റെയൊക്കെ കുടുംബക്ഷേത്രമാണ് വേളൂർ വട്ടം. അപ്പം കല്യാണവും പെരവാസ്തൂലിയൊക്കെ വരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പം രാവിലത്തെ പ്രഭാത കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ പോവുകയാണ് കേട്ടോ, വണ്ടിയിലൊക്കെ ഇരുന്ന്. അപ്പം ഞങ്ങൾ ആദ്യം വേളൂർ വട്ടത്താണ് എത്തിയത്. ഞാൻ ആദ്യമൊക്കെ വേളാർ വട്ടം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് വേളൂർ വട്ടമാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 2 കൊടിമരമുണ്ട്. അതിലുപരി 2 പ്രതിഷ്ഠകളുണ്ട്. ശിവൻ്റെ പ്രതിഷ്ഠയാണ്. ശിവൻ്റെ ഒരു പ്രതിഷ്ഠയ്ക്ക് പറയുന്നത് തെക്കനപ്പനെന്നും വേറൊരു പ്രതിഷ്ഠയ്ക്ക് പറയുന്നത് വടക്കനപ്പനെന്നും. അങ്ങനെ ശിവൻ്റെ 2 ഭാവങ്ങളാണ് അവിടെ ഉള്ളത്. നമുക്കവിടെ ചെല്ലുമ്പോൾ വാതുക്കയിലൊക്കെ ഫോട്ടോ കാണാം കേട്ടോ, ശിവൻ്റെ 2 രൂപത്തിലുള്ള ഫോട്ടോകളൊക്കെ. വലിയൊരു അമ്പലമായിരുന്നു. ഒരുപാട് ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ തൊഴുത് ഒരുപാട് സന്തോഷം തോന്നി മനസ്സിന്. കാരണം അത്രയ്ക്കും നമ്മൾ ഏതമ്പലത്തിൽ ചെന്നാലും അത് കണക്കാണ്. പിന്നെ കുടുംബക്ഷേത്രം ഒക്കെ ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഈയിടെയാണ് അറിഞ്ഞത് കുടുംബക്ഷേത്രം വേളൂർ വട്ടമാണെന്ന്. അപ്പം പോകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഇത് അവിടുത്തെ മീൻകുളമാണ്, അമ്പലക്കുളം. അവിടുത്തെ ഒരുപാട് മീനുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട്. ഇവിടെ കുറേ പേര് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടി. ഇങ്ങനെ എന്ത് വഴിപാട് കഴിച്ചാലും ഈ ഇലയ്ക്കകത്ത് അവിടെ നിന്ന് ഈ പായസം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. അപ്പം വേളൂർ വട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ക്ഷേത്രം. വലിയ അമ്പലമാണ്. ഒരുപാട് മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു, തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഉത്സവത്തിൻ്റെയൊക്കെ സമയത്ത് ഭയങ്കര ആളുകളാണെന്നൊക്കെ അവിടെ പറഞ്ഞു. പിന്നെ കുറച്ച് ചെറിയ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അവിടെ 1 മണിക്കൊക്കെ ഞങ്ങൾക്കൊരു ഒരു വഴിപാടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ കണിച്ചുകുളങ്ങര പോയിട്ട് വരാം. ഇവിടെയും അവിടെയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, 2 ചേർത്തലയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ വഴിപാടൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഒരെണ്ണം ഉച്ചയാകുമ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പം ഞങ്ങൾ എന്നാൽ ഇപ്പോൾ രാവിലത്തെ കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് വേളൂർ വട്ടത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ വാതിൽക്കൽ നിന്ന് അതിനുശേഷം കഴിക്കാനായിട്ട് പോകാമെന്ന് വെച്ചു. അപ്പം തൊട്ടടുത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നേ, ഒരു വെജിറ്റേറിയൻ ആണ്. അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് വിശന്നിരിക്കുവാണ്. രാവിലെ പോകുന്നതാണ്. ഞങ്ങൾ കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് അവിടെ എത്തിയത്. അപ്പം ഞങ്ങളവിടെ പോയി കഴിക്കാനായിട്ടിരുന്നു. അപ്പം എല്ലാവരും റെഡിയായിട്ട്, നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. അതിൻ്റെ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാം പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അപ്പം എല്ലാവരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. അമ്മ ഇടിയപ്പവും കടലക്കറി, അച്ചാച്ചനും അത് തന്നെയാണ്. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ ചേട്ടനും സതീശണ്ണനും മസാല ദോശയാണ് പറഞ്ഞത്. പിന്നെ കുഞ്ഞ് പൊറോട്ട, ഞാൻ പൂരി. ഞാൻ പുറത്തൊക്കെ ഇങ്ങനെ വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കാൻ വരുമ്പോൾ ഞാൻ പൂരിയേ പറയത്തുള്ളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൂരി, കിഴങ്ങ് കറി ഉണ്ടായിരുന്നു, വടയുണ്ടായിരുന്നു, 2 സൈസ് ചമ്മന്തി ഉണ്ടായിരുന്നു. ഒന്ന് വെള്ളച്ചമ്മന്തി, മറ്റേത് ചുമല, അത് തക്കാളി ആയിരിക്കും. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇനിയിപ്പോൾ 1 മണിയാകുമ്പോൾ തിരിച്ച് വരാം. അപ്പം അവിടെ ഉച്ചയ്ക്ക് പ്രസാദമൂട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇനി അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വെച്ച്. അപ്പം ഞങ്ങൾ നേരെ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. ഇത് നമ്മുടെ വേളൂർ വട്ടത്തിൻ്റെ അവിടെയുള്ള ഒരു ചെടിയാണ്. എന്താണോ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പം അതൊക്കെ കണ്ടു. പിന്നെ അവിടെയൊക്കെ നിന്നു. അതിന് ശേഷം ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. അപ്പം ഞങ്ങൾ നേരെ കണിച്ചുകുളങ്ങര. അപ്പം കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ നമുക്കൊരു വഴിപാടുണ്ടായിരുന്നു, പുഴുക്ക് വഴിപാട്. നമ്മുടെ കഴിഞ്ഞ വർഷം നേർന്നതാണ്. അപ്പോൾ അനിയത്തി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം പോകാനായിട്ടൊക്കെ ഇരുന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് വയ്യാഴികയൊക്കെ ഉണ്ടായി, അമ്മയ്ക്ക് നടുവേദനയൊക്കെ വന്നപ്പം പോകാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ആ ഒരു വഴിപാട് ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുമായിരുന്നു. അപ്പം ഞങ്ങളെന്നാൽ അവിടെ പോയി അതവിടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് വേളൂർ വട്ടത്തിൻ്റെ വലിയ ഓഡിറ്റോറിയമാണ് കേട്ടോ. അവിടെ ഇത് ആലഞ്ചേരി തമ്പ്രാക്കറിലെ ഒരു തമ്പ്രാക്കന്മാരുടെ ഒരു അധീനതയിലുണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു. അത് പിന്നീട് ഓരോരുത്തരെ കൈവശപ്പെടുത്തി അങ്ങനെയൊക്കെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്.
കേട്ടതല്ല, ഞാൻ ഇതിന് ശേഷം അറിഞ്ഞാണ് കേട്ടോ. വേളൂർ വട്ടത്തിന് പോകാൻ വിചാരിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തിരക്കിയപ്പം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെത്തി. ഞങ്ങൾ 2018 പ്രളയത്തിൽ വന്ന് താമസിച്ചത് കണിച്ചുകുളങ്ങര അമ്പലത്തിന് തൊട്ടടുത്താണ്. അപ്പോൾ ദേവീനെ എല്ലാ ദിവസവും കാണാനുള്ള ഭാഗ്യമൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. ഓണം ആഘോഷിച്ചതൊക്കെ ഈ കണിച്ചുകുളങ്ങര ദേവിയുടെ മുന്നിൽ നിന്നായിരുന്നു. അപ്പോൾ അതിലൊരുപാട് സന്തോഷം ദേവീനെ കാണാൻ വന്നതിന്. അപ്പോൾ പുഴുക്ക് വഴിപാടിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു, അവിടെ നിന്ന് മേടിച്ചു. പാത്രങ്ങളും ഒക്കെ അവിടെ നിന്ന് തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പുഴുക്കാണ് പുഴുങ്ങിയത്, അമ്മയ്ക്ക് വേണ്ടിയും പിന്നെ എനിക്ക് വേണ്ടിയും 2 പാത്രമൊക്കെ മേടിച്ചു. അപ്പം എല്ലാം കൂടെ പൊടിയും എല്ലാം കൂടി ഇട്ട് ഞങ്ങളത് അരിപ്പൊടി പിന്നെ തേങ്ങ ചിരണ്ടിയിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടുപോയി ശർക്കര, പഴം, അതെല്ലാം പിന്നെ മുന്തിരിങ്ങ, അങ്ങനെ എല്ലാം കൂടി ഇട്ട് എല്ലാം കൂടെ ഇളക്കി എടുത്തിട്ടുണ്ട്. പഴത്തിനകത്ത് വേണം മൊത്തം ഇളക്കിയെടുക്കാനായിട്ട്, വെള്ളം നമ്മൾ ചേർക്കത്തില്ല. അപ്പോൾ ഈ ശർക്കര പൊടിച്ചതും എല്ലാം അവിടെ നിന്ന് മേടിക്കുമായിരുന്നു. നമ്മൾ പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് ഒന്നും തയ്യാറാക്കിയില്ല. അവിടെ തന്നെ അമ്പലപരിസരത്ത് കാണും എന്നറിയായിരുന്നു. പിന്നെ കുറച്ച് കൊതുമ്പ് മാത്രമേ കൊണ്ടുപോയുള്ളായിരുന്നു. അപ്പോൾ മുന്തിരിയും കാര്യങ്ങളും ഒക്കെ ഇട്ട് ശർക്കര എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് ചെറിയ ഉണ്ടകളാക്കി എടുക്കണം കേട്ടോ. അങ്ങനെയാണ് പുഴുക്ക് വഴിപാട്. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. പുഴുക്കിൻ്റെയൊക്കെ സമയം അവിടെ ഉത്സവത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് നമ്മുടെ ശിവരാത്രിയുടെയൊക്കെ സമയമാണ് അവിടെ ചിക്കരക്കുട്ടികളുടെ അതൊക്കെ നടക്കുന്നത്. ആ സമയത്തൊക്കെ ഒരുപാട്, ഞങ്ങൾ ഒരു പ്രാവശ്യം പോയായിരുന്നു. ഭയങ്കര തിരക്ക് അനുഭവപ്പെടും. നമുക്ക് എപ്പം വേണമെങ്കിലും ദേവിയുടെ സന്നിധിയിൽ നിന്ന് പുഴുങ്ങാം. അപ്പം ഇപ്പം ചെന്നപ്പോഴും ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ പഴമൊക്കെ എരിഞ്ഞ് ഞങ്ങളതെല്ലാം റെഡിയാക്കി അടുപ്പയിൽ പാത്രമൊക്കെ വെച്ച് കൊടുത്ത്, അപ്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ദേവീനെ നമ്മൾ എന്ത് കാര്യത്തിനാണോ നമ്മൾ ആരാധിച്ചത്, നമ്മൾ ഈ പുഴുക്ക് വഴിപാട് നേർന്നത്, അതൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ച് നമ്മളെല്ലാവരും ഇത് ഉണ്ട ഉരുട്ടി നമ്മളത് പുഴുക്ക് നീതിക്കും നമ്മൾ അതിനകത്തോട്ട് ഇടും കേട്ടോ. ഉണ്ട ഉരുട്ടിയിട്ട് ആ പാത്രത്തിലോട്ട് ഇടും. ഇത് കണക്ക് ഉണ്ടയാക്കിയിട്ട്. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പം അതൊക്കെ നമ്മൾ സമർപ്പിച്ചതിന് ശേഷം നമ്മൾ നേദിക്കാനായിട്ട് നമ്മൾ അമ്പലത്തിനകത്തോട്ട് കൊണ്ട് കൊടുക്കണം. അമ്പലത്തിനകമല്ല, പുറത്ത് നിൽപ്പുണ്ട് ഒരാൾ. അവിടെ നിന്ന് നമ്മൾ അമ്പലത്തിനകത്തോട്ട് പോവുകയാണ്. അപ്പം നമ്മളിതിനകത്തുനിന്ന് 3 എണ്ണം എടുക്കും. 3 എണ്ണം എടുത്തൊരു ഇലയിൽ വെച്ചിട്ട് നമ്മൾ പുഴുക്ക് വഴിപാടിന് രസീത് എഴുതി. അപ്പോൾ അമ്പലത്തിൻ്റെ പുറത്തായിട്ട് ഒരു കൗണ്ടറുണ്ട്. ഒരുപാട് പേരുണ്ടല്ലോ പുഴുങ്ങാനായിട്ട്. അപ്പോൾ അവരെല്ലാം അവിടെ വന്ന് നിൽക്കും. അപ്പോൾ അവിടെ ഒരാൾ വന്ന് നമുക്കത് പൂജിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ പെരുന്നാളൊക്കെ പറഞ്ഞ് അത് പ്രാർത്ഥിച്ച് നമുക്ക് അതിനകത്തുനിന്ന് ഒരു പുഴുക്ക് നമുക്കിനി തിരിച്ച് തന്നു വിടും, പൂവൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ വഴിപാട് എത്ര ഉള്ളായിരുന്നു അത് സമാപിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും വേളൂർ വട്ടത്തെത്തി കേട്ടോ. കുറേ വീഡിയോ ഒന്നും എടുക്കാൻ മറന്നുപോയി, എല്ലാം കൂടെ പറ്റിയില്ല. അപ്പം നമ്മൾ പിന്നെയും വന്ന് നമ്മുടെ വേളൂർ വട്ടത്തെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയമായി. അവിടെ മിക്ക ദിവസങ്ങളിലും അന്നദാന വഴിപാടുണ്ട്. ഓരോരുത്തരൊക്കെ നേർച്ച നടത്തുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളവിടെ എല്ലാം വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം എല്ലാം കഴിഞ്ഞു, എല്ലാവരും പോന്നു. അപ്പം ഇന്ന് മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള നിമിഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് കറിയൊക്കെ ആയിട്ട് നല്ലൊരു ഭക്ഷണമൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ അമ്പലങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഇത്ര എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അമ്പലത്തിൽ ചെന്ന് നിന്നപ്പം വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയില്ല. അപ്പം ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ അത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.